ആക്രമണമാണ് ഗൾഫ് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണം ഉണ്ടായി. ജോർദാനെതിരെയും ഉണ്ടായി. എന്നാൽ സൗദി അറേബ്യ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇന്നലെ ഒന്നാം ഘട്ടത്തിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ്, ദമാമും ഖോബാറൊക്കെ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രവിശ്യയിലുമാണ് ഇങ്ങനെ 2 സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം മറ്റു ആക്രമണങ്ങളൊന്നും സൗദിക്കെതിരെ ഉണ്ടായിട്ടില്ല. സൗദി ഇപ്പോൾ ശാന്തമാണ്. ജനജീവിതം സാധാരണ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദിയിലെ വിമാനത്താവളങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിമാനത്താവളങ്ങളിൽ പല യാത്രക്കാരും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പല വിമാന സർവീസുകളും പല വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വിമാനത്താവളങ്ങൾ അടച്ച ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ പല യാത്രക്കാരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ എല്ലാ സഹകരണവും എല്ലാ സഹായവും നൽകാൻ വേണ്ടി ഭരണാധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും GCC പൗരന്മാർ, വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദിയിലെ GCC പൗരന്മാരെ അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് താമസവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ എല്ലാ നിലയ്ക്കും നൽകണം എന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ ഉംറ തീർത്ഥാടകരുടെ ഒഴുക്കാണ് സൗദി അറേബ്യയിൽ മക്കയിലേക്കും മദീനയിലേക്കും. ഇങ്ങനെ പല തീർത്ഥാടകരും സൗദിയിലേക്ക് വരുന്ന സാഹചര്യമാണ്. പല തീർത്ഥാടകരും പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനത്താവളങ്ങളിൽ ഇങ്ങോട്ട് കയറാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പുറമെ സൗദിയിലെത്തി ഇന്നലെയും ഇന്നൊക്കെ തിരിച്ചു പോകേണ്ട ഒരുപാട് തീർത്ഥാടകരുണ്ട്. ഇവർക്ക് മടങ്ങാൻ പല തീർത്ഥാടകർക്കും ഈ വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ വിമാന സർവീസുകളോ റദ്ദാക്കിയത് മൂലം മടങ്ങാൻ സാധിച്ചിട്ടില്ല. പല ആളുകളുടെയും ഉംറ വിസയുടെ കാലാവധി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ പുതുക്കി നൽകി അവർക്ക് എല്ലാ സൗകര്യങ്ങളും സൗദി ഗവൺമെന്റ് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൗദി എയർലൈൻസ്, അതോടൊപ്പം തന്നെ ഫ്ലൈനാസ്, ഫ്ലൈ അതിൽ തുടങ്ങി സൗദിയിലെ വിമാന കമ്പനികൾ പ്രധാനപ്പെട്ട ചില ഗൾഫിലെ ചില നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. കുവൈത്ത്, അബുദാബി, ദുബായ്, ദോഹ, മനാമ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അത് നാളെ വരെയാണ്, മാർച്ച് 2 വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഗൾഫിൽ ഒരു നയതന്ത്ര ചർച്ചകൾ നടക്കുകയാണ്. UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി, കുവൈത്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇന്നലെ രാത്രി മുതൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. സൗദി കിരീടാവകാശി ഈ രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധികാരികളുമായി സംസാരിച്ചു, നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്.